Hello friends, this is me Wade. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് BS3 Dominar 400 ആണ്. ഇതിനെ ഈ ഒരു വണ്ടിയെ പറ്റിയിട്ടല്ല, പക്ഷേ എല്ലാ വണ്ടികളെയും പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം ഈ ഒരു വണ്ടി ഇപ്പോൾ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിക്ക് എൻജിൻ അല്പം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പണി കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വണ്ടിയൊക്കെ പണിത് അതിൻ്റെ ഒരു ടെസ്റ്റ് റൈഡ് എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എന്താ പറയുക, ഇതിനൊരു ബ്രേക്കിംഗ് പീരീഡ് ഉണ്ട്. ശരിക്കും 4000 RPM മേലെ റഫ് ചെയ്യാതെ ഒരു 10-20 കിലോമീറ്റർ ഓടിച്ചിട്ട് എന്തെങ്കിലും സൗണ്ട് വേരിയേഷനോ അല്ലെങ്കിൽ ചെയ്തതിന് വല്ല കുഴപ്പമൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. നിങ്ങൾക്ക് ഇവിടെ എൻജിൻ കേസിൻ്റെ പുതിയ പാക്കിംഗ് ഒക്കെ ഇവിടെ ഇങ്ങനെ കാണാം. അപ്പോൾ എന്താണ് വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഞാനായാലും അല്ലെങ്കിൽ ഏത് യൂട്യൂബേഴ്സ് ആയാലും മോട്ടോ വ്ളോഗേഴ്സ് ആയാലും അവർ വണ്ടി റിവ്യൂ ചെയ്യുമ്പം ഒരു വണ്ടിയുടെ സർവീസ് പീരീഡ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് സർവീസ് പീരീഡ് ഇത്രയാണ്, ഈ ഒരു പീരീഡിൽ സർവീസ് ചെയ്യാൻ കൊടുക്കണം, ആ സർവീസിന് ഇത്ര പൈസയൊക്കെ ആവും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതെന്താണെന്ന് കറക്റ്റായിട്ട് എല്ലാവർക്കും ചെറിയൊരു നോളജെങ്കിലും കാണും. പക്ഷേ അതൊന്ന് ഇലോബറേറ്റ് ചെയ്ത് തരാം കറക്റ്റായിട്ട്. ഇതൊരു ചെറിയൊരു കാര്യമാണ്, മിക്ക ആൾക്കാർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇനി അഥവാ ആർക്കെങ്കിലും അറിയില്ല എന്നാണെങ്കിൽ ഇന്ന് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് എല്ലാ വണ്ടിയും ഇപ്പോൾ ഒരു മാനുഫാക്ചേഴ്സിന് അവരുടേതായ ഒരു സർവീസ് പീരീഡ് കൊടുക്കും. ഇത്ര കിലോമീറ്റർ കഴിയുമ്പം ആ ഒരു വണ്ടി സർവീസിന് കയറണം. ഇറ്റ്സ് ലൈക്ക് നമ്മളിപ്പം ഒരു 6 ദിവസം പണിയെടുത്ത് ഒരു 7-ാം ദിവസം ഞായറാഴ്ച ലീവ് കൊടുക്കുന്നില്ല ആൾക്കാർ. ഇപ്പോൾ കമ്പനീസ് ആയാലും അല്ലെങ്കിൽ വീക്കെൻഡ്സ് കൊടുക്കുന്നുണ്ടല്ലോ, സെയിം ആസ് ദാറ്റ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാലം പണിയെടുക്കുമ്പം നമുക്ക് ശരിക്കും നമ്മുടേതായ സ്ട്രെസ്സിങ് ഔട്ട് വരും, അല്ലെങ്കിൽ നമ്മൾ വെയർ ഔട്ട് ആവും, നമ്മൾ എക്സോസ്റ്റഡ് ആവും. അതേപോലെയാണ് മെഷീൻസിന് പ്രത്യേകിച്ച്. കാരണം ഇതിൽ ഉപയോഗിക്കുന്ന ലൂബ്രിക്കൻസ്, ഇതിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും ഒരു ടൈം കഴിയുമ്പോൾ അത് മാറണം, അല്ലെങ്കിൽ അതൊന്നും പുതുതാക്കണം, അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ള രീതിയിലാവും. അപ്പോൾ ആ ഒരു സർവീസാണ് അത്. ഓരോ വണ്ടിക്കും ഓരോന്ന് പോലെ വരും. ഇപ്പോൾ നമ്മുടെ R15 ഒരു 3000 കിലോമീറ്റേഴ്സാണ്. ഇപ്പം നമ്മുടെ ഡ്യൂക്ക് 250, 390 ഒക്കെ 7000 കിലോമീറ്റേഴ്സാണ്. ഡൊമിനാറിന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എനിക്ക് തോന്നുന്നു ഡ്യൂക്കിൻ്റെ ആ ഒരു സെയിം കിലോമീറ്റർ സർവീസ് ഇൻ്റർവെൽ തന്നെയാണ് വരുന്നത്. ഈ ഒരു സർവീസ് ഇൻ്റർവെല്ലിൽ നിങ്ങൾ വണ്ടി കയറ്റുമ്പോൾ പ്രധാനമായിട്ട് സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എൻജിൻ ഓയിൽ മാറ്റുമ്പോൾ അതിലൊരു ഓയിൽ ഫിൽറ്റർ ഉണ്ട്. ആ എൻജിൻ ഓയിലിന് ഫിൽറ്റർ ചെയ്യുന്നൊരു സാധനം അത് മാറ്റും, ഫ്യൂവൽ ഫിൽറ്റർ മാറ്റും, പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്റർ മാറ്റും. ഈ എയർ ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻടേക്ക് എയറിനെ പ്യൂരിഫൈ ചെയ്ത് നമ്മുടെ എന്താ പറയണ്ടേ എൻജിനിലേക്ക് കൊണ്ടുപോകുന്നൊരു സാധനമാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്യൂരിഫൈ ചെയ്ത എയർ ഇൻടേക്കാണ് നേരെ എൻജിനിലേക്ക് പോകുന്നത്. അപ്പോൾ എയർ ഫിൽറ്ററൊന്നും മാറ്റിയിട്ടില്ലെങ്കിൽ പല പ്രശ്നങ്ങളും സംഭവിക്കാം. അതേപോലെ തന്നെ ഫ്യൂൽ ഫിൽറ്റേഴ്സ് മാറ്റിയിട്ടില്ല, ഫ്യൂൽ ഫിൽറ്റേഴ്സ് ഷോക്കായി കിടന്നിട്ടുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും വരും. അതൊക്കെയാണ് ബേസ് ആയിട്ടുള്ള കാര്യം, ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ബാക്കിയൊക്കെ ചെക്കിംഗ് ആണ്. ബ്രേക്ക് ഫ്ലൂയിഡ്സ്, ബാക്കും ഫ്രണ്ടും മാസ്റ്റർ സിലിണ്ടർ ചെക്ക്, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ റൂട്ടീൻ മെയിൻ്റനൻസ് പോണത്. ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് നിങ്ങളുടെ ഒരു അറിവിലേക്ക്. എന്തുകൊണ്ടാണ് മെയിൻ്റനൻസ് ചെയ്യേണ്ടത്, മെയിൻ്റനൻസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് നേരെ വണ്ടി ഓടിക്കാം. അപ്പോൾ ആക്ച്വലി എന്താ പറയണ്ട, ഒരു സൺഡേ ആണ്, ഓപ്പൺ റോഡ്സാണ് എല്ലായിടത്തും. പക്ഷേ ഈ സാധനം എടുത്ത് ഇപ്പോൾ പറപ്പിക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻജിൻ വർക്ക് കഴിഞ്ഞ വണ്ടിയാണ്. ഇതിപ്പോൾ 4000 അണ്ടർ RPM മാത്രമേ ഓടിക്കാൻ പറ്റൂ. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു പുതിയ വണ്ടി എടുക്കുമ്പം മറ്റേ ഇതിൽ പറയുന്ന പോലെ ചോട്ടോമൊബൈൽ പറഞ്ഞ ഗിയറൊന്നും ചരവറ ഇടരുത്, ബ്രേക്കൊക്കെ പിടിക്കരുത് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു സംഭവം ഉണ്ടല്ലോ. അതെന്തുകൊണ്ട് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വണ്ടി ആദ്യമായിട്ട് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ആ വണ്ടി മാനുഫാക്ചറിങ് കഴിഞ്ഞ് ഷോറൂമിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വെറുതെ നിൽക്കുവാണ്. ആ വണ്ടി ഇതുവരെ പോലീസ് ചെക്കിംഗ് ഉണ്ടല്ലോ ഈശ്വര, ആ വണ്ടി ഇതുവരെ സ്റ്റാർട്ടായിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ എന്താ പറയണ്ടത്, ഇതുവരെ ഒരുപാട് യൂസായിട്ടില്ല. അപ്പോൾ ആ വണ്ടി ഇതുവരെ ആ ഒരു എൻജിൻ പുതിയൊരു എൻജിനാണ്. അപ്പോൾ നിങ്ങളതിനെ എന്താ പറയണ്ടേ, ഓവർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഗ്യം ഈ വണ്ടി നിങ്ങൾ ഓവർ യൂസ് ചെയ്യുക, അതായത് ഒരുപാട് എക്സസ് ആയിട്ട് ത്രോട്ടിൽ കൊടുത്ത് ഓടിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു ഫസ്റ്റ് ടൈം കിട്ടുന്ന വണ്ടിക്ക് അതിനൊരു ബ്രേക്കിംഗ് പീരീഡ് ഉണ്ട്. അതിൻ്റെ എന്ത് സാധനങ്ങളായോ എൻജിൻ്റെ ഉള്ളിലെ എല്ലാ സാധനങ്ങളും, പിസ്റ്റൺ, സിലിണ്ടർ, അതിൻ്റെ റിങ്സ്, അതിൻ്റെ ബാരിങ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഒന്ന് സെറ്റിൻ ആവാനുണ്ട്. ആ ഒരു ടൈം മാനുഫാക്ചർ യൂസ് ചെയ്തേക്കണ ലൂബ്രിക്കൻറ്റും ഒന്ന് സെറ്റിൻ ആവാനുണ്ട്. ഈ ഒരു സെറ്റിൻ ടൈമൊക്കെയാണ് ഒരു ഫസ്റ്റ് 2000 കിലോമീറ്റേഴ്സിൽ ഒരുപാട് റെഡ് ലൈൻ ചെയ്ത് ഓടിക്കാൻ പാടില്ല. ശരിക്കും സ്പീഡ് കയറ്റാൻ പാടില്ല എന്നല്ല ഈ മാനുഫാക്ചേഴ്സ് ആരും പറയണത്. ഒരുപാട് റെഡ് ലൈൻ ചെയ്യാൻ പാടില്ല എന്ന്. ഈ റെഡ് ലൈൻ എന്ന് പറയുന്ന സാധനത്തിന് റെഡ് എന്ന് പറഞ്ഞ സ്റ്റോപ്പ് എന്നാണ് ആ റെഡിൻ്റെ മീനിങ്. അപ്പോൾ ആ ഒരു മീനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ സ്റ്റോപ്പ് അല്ലെങ്കിൽ ബൈക്കിൻ്റെ അല്ലെങ്കിൽ റോഡിൽ ഏറ്റവും കൂടുതൽ റെഡ് കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനാണ്. അപ്പോൾ അത് തന്നെയാണ് ഈ റെഡ് ലൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഒരുപാട് ആ ഒരു റെഡ് ലൈനിൽ കിടന്ന് ഓടിക്കരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻജിന് പല പണികളും വരാം, അല്ലെങ്കിൽ എൻജിന് ഒരുപാട്
സ്ട്രെസ്ഡ് ആവും. ഇപ്പോൾ റെഡ് ലൈൻ ചെയ്ത് ഓടിക്കുവാണെങ്കിൽ നിങ്ങളൊരു ശരിക്കും ഒരു പക്ക നല്ലൊരു സുഖം എന്നൊക്കെ പറഞ്ഞാൽ മിഡ് റേഞ്ചിലിട്ട് ഓടിക്കാനാണ്. ഇപ്പോൾ എഞ്ചിൻ്റെ മിഡ് റേഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10,500 അല്ലെങ്കിൽ 10,000 RPM ലിമിറ്റുള്ള ഒരു എഞ്ചിനാണെങ്കിൽ അതിൻ്റെ മിഡ് റേഞ്ച് എന്ന് പറയുന്നത് 5,000. എല്ലാ മാനുഫാക്ചേഴ്സും അതിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ടാക്കി വെച്ചേക്കുന്നതും മിഡ് റേഞ്ചാണ്. ലോ എൻഡ് കുറവുള്ള വണ്ടിയാണ്, ടോപ്പ് എൻഡ് കുറവുള്ള വണ്ടിയാണ് മിഡ് എൻഡ് അടിപൊളിയായിരിക്കും, അല്ല മിഡ് എൻഡ് ടു ടോപ്പ് എൻഡ് ആയിരിക്കും അടിപൊളി, അല്ല ലോ എൻഡ് ടു മിഡ് എൻഡ് ആയിരിക്കും അടിപൊളി. അങ്ങനെ ആ ഒരു മിഡ് എൻഡിന് എപ്പോഴും ഒരു ഭയങ്കര പ്രാധാന്യമുണ്ട്. അതേപോലെ തന്നെയാണ് വണ്ടി ഓടിക്കുമ്പോഴും മിഡ് എൻഡ് ഈസ് എ സ്വീറ്റ് സ്പോട്ട്. അതാണ് ഏറ്റവും നല്ല സ്പോട്ട്. നിങ്ങൾക്ക് പിടിച്ചിരുന്ന് ഓടിക്കാൻ പറ്റിയ സ്പോട്ട് മിഡ് എൻഡാണ്. അപ്പോൾ നമ്മളൊരു പുതിയ വണ്ടി വാങ്ങിക്കുമ്പോൾ മാനുഫാക്ചേഴ്സ് ആരും എന്താ പറയണ്ടേ, ഇതിനെ റെഡ് ലൈൻ ഫസ്റ്റ് 2,000 കിലോമീറ്റേഴ്സ് ഇതിനെ റെഡ് ലൈൻ ചെയ്ത് ഓടിക്കരുതെന്ന് പറയുന്നതിൻ്റെ റീസണും മെയിൻലി അതാണ്. നമുക്ക് ഇവിടുന്ന് യൂ ടേൺ എടുക്കാം. ഓൾമോസ്റ്റ് 10 കിലോമീറ്റേഴ്സായി ഈ വണ്ടി ഓടിക്കണത് ഇത്രയും. അപ്പോൾ ഇതുവരെയായിട്ട് ഏതൊരു രീതിയിലെ സൗണ്ട് ചേഞ്ചസോ അല്ലെങ്കിൽ അങ്ങനത്തെ കുഴപ്പങ്ങളോ വന്നിട്ടില്ല. നമുക്കിവിടുന്ന് യൂ ടേൺ എടുത്ത് തിരിച്ച് വണ്ടിക്ക് കൊണ്ടുപോയി എടുത്ത് പറയാം, അതായത് ഒരു കുഴപ്പമില്ല, വണ്ടി സീനൊന്നുമില്ല എന്ന്. അതാണ് റെഡ് ലൈൻ്റെ കാര്യം. എല്ലാവരും കട്ട് ഓഫ് അടിക്കും. വണ്ടി ഫസ്റ്റ് എടുത്തവിടെ ഷോറൂമിൽ നിന്നൊക്കെ കിടന്ന് കട്ട് ഓഫ് അടിയും വീലി അടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഫസ്റ്റ് ഒരു 2,000 കിലോമീറ്റേഴ്സ് എങ്കിലും നിങ്ങൾ വണ്ടിയെ നന്നായിട്ട് നോക്കണം. അതായത് എന്താ പറയണ്ടേ, കൊച്ചിനെ പോലെ ഒരു കുട്ടി ജനിച്ച പാട് നിങ്ങൾ എങ്ങനെ നോക്കും, അതിനെ കാലും തൊടാണ്ടും കൈയും തൊടാണ്ടും അങ്ങനെ നമ്മൾ കൊഞ്ചിച്ച് നോക്കില്ല, അതേപോലെ വണ്ടിനെ നോക്കണം. ആ ഒരു സെറ്റിങ് ടൈം വേണം. അതുകൊണ്ടാണ് പല ആൾക്കാരും MT-15 എടുത്ത് ഒരാൾക്ക് കുറച്ച് പേർക്ക് 60 മൈലേജ് കിട്ടുന്നത്, ചില ആൾക്കാർക്ക് 20, 28, 30 അതായത് നിങ്ങൾ ആ ഫസ്റ്റ് വണ്ടിയെ 2,000 കിലോമീറ്റേഴ്സിൽ നിങ്ങൾ എങ്ങനെ നോക്കുന്നോ അതേപോലെ ഇരിക്കും. പിന്നെ നിങ്ങൾ എത്ര കിലോമീറ്റേഴ്സ് ഓടിയാലും അതിൻ്റെ സ്വഭാവം, നമ്മളൊരു കൊച്ചിനെ വളർത്തുന്ന പോലെ ആദ്യം കൊച്ചിലെ എങ്ങനെ അതിനെ നോക്കുന്നോ അതേപോലെ ഇരിക്കും അതിൻ്റെ സ്വഭാവം. എൻ്റെ പൊന്നെ, നിങ്ങൾ എന്താ പറയുക, ഈ ഒരു വ്യൂ കാണണം കേട്ടോ. ഒരു പാലമാണ്, നമുക്ക് ഈ സൈഡിലൂടെ പോകാം. സ്ലോ മൂവിങ് ബൈക്കാണ്. അപ്പുറത്തും ഇപ്പുറത്തും കടൽ, ഒരു രക്ഷയില്ലാത്ത വ്യൂ. കടലല്ല, കായൽ. വാവ്, ദിസ് ഈസ് ഇറ്റ്. ഒരു ജസ്റ്റ് ഒരു 10 കിലോമീറ്റർ ഓടിക്കാൻ ചെന്നപ്പോൾ എനിക്ക് ഒരു 1000 കിലോമീറ്റർ ഓടിച്ചതിൻ്റെ സന്തോഷം തരുന്നത് ഇതേപോലത്തെ വ്യൂസാണ് കേട്ടോ. നമ്മൾ ശരിക്കും ബൈക്ക് ഓടിക്കുന്നതും അതിന് വേണ്ടിയിട്ടാണ്. അതും ഇങ്ങനെയൊക്കെ ഓടിച്ചാൽ മതി, എന്നാലും ഇതേപോലെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഇതിന് മേലെയൊക്കെ നിങ്ങൾ ഈ ഫുള്ള് റെഡ് ലൈനൊക്കെ ചെയ്ത് ടക്കിൻ ചെയ്തൊക്കെ ഓടിക്കുമ്പോൾ ഒന്നും കാണില്ല. കുറേ കഴിയുമ്പോൾ നിങ്ങൾ കണ്ണടക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെയൊക്കെ പ്രശ്നം. അപ്പോൾ അടുത്ത ബാക്ക് ടു അവർ കാര്യംസ്. അപ്പോൾ മെയിൻ്റനൻസിൻ്റെ കാര്യം അതാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ 2,000 കിലോമീറ്റേഴ്സ് ഒന്ന് ഈസി ആയിട്ട് ബൈക്കിന് ഈസി ആയിട്ട് നോക്കാം പല മാനുഫാക്ചേഴ്സും പറയണത്. പല എന്നല്ല, എല്ലാ മാനുഫാക്ചേഴ്സും പറയണത്. അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ ഓയിലാണ്. ഒരു വണ്ടിയുടെ പെർഫോമൻസിനെ ഒരു രീതിയിൽ വല്ലാതെ രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് എഞ്ചിൻ ഓയിൽ. അതേപോലെ തന്നെ ഒരു വണ്ടിക്ക് പണി കിട്ടാൻ ഒരു എഞ്ചിൻ ഓയിൽ മതി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം നിങ്ങളിപ്പോൾ ഒരു മാനുഫാക്ചറർ പറയുകയാണ് ഒരു 4,000 കിലോമീറ്റേഴ്സാണ് ഈ ഒരു എഞ്ചിൻ ഓയിലിൻ്റെ ഒരു ലൈഫ് എന്ന് വെച്ചാൽ, നിങ്ങളപ്പോൾ അതിനെ ഓവർ യൂസ് ചെയ്യാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം 4,000 മുന്നേ എന്തായാലും നിങ്ങൾ മാറണം. ഏറ്റവും ഒപ്റ്റിമൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4,000 കിലോമീറ്റർ പറഞ്ഞൊരു പീരീഡ് ആണെങ്കിൽ നിങ്ങൾ പറ്റുമെങ്കിൽ അതൊരു 3,500 ആ ഒരു രീതിയിൽ മാറ്റുക. എഞ്ചിൻ ഓയിൽ ഒരു മെയിൻ കാര്യം കേട്ടോ. നിങ്ങൾ അതിനെപ്പറ്റി കുറേ റിസർച്ച് ചെയ്യുക. നിങ്ങളുടെ വണ്ടിക്ക് ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് എഞ്ചിൻ ഓയിൽ ഏതായിരിക്കും, ഏതൊക്കെ എഞ്ചിൻ ഓയിൽ യൂസ് ചെയ്യുമ്പോഴാണ് ശരിക്കും ഈ എഞ്ചിൻ ഓയിൽ വെച്ചിട്ട് മാത്രം വണ്ടിയുടെ വൈബ്രേഷൻ ഒരുപാട് കുറക്കാൻ പറ്റും, പെർഫോമൻസ് എൻഹാൻസ് ഉണ്ടാവും, അത്യാവശ്യം കുറച്ചുകൂടി ബെറ്റർ മൈലേജ് കിട്ടും. അതാണ് ഈ എഞ്ചിൻ ഓയിലിൻ്റെ ഒരു കാര്യം. അതായത് എഞ്ചിൻ്റെ പെർഫോമൻസിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് എഞ്ചിൻ ഓയിൽ. അപ്പോൾ നിങ്ങൾ ഈ ഹെൽമെറ്റൊക്കെ തപ്പി ഏത് നല്ല ഹെൽമെറ്റിൽ നിന്ന് തപ്പുന്ന പോലെ, ഏതാ നല്ല ജാക്കറ്റിൽ നിന്ന് തപ്പുന്ന പോലെയൊക്കെ നിങ്ങൾ തപ്പേണ്ട ഒരു കാര്യമാണ് എഞ്ചിൻ ഓയിൽ ഏതാണ് ബെറ്റർ, ഏത് എഞ്ചിൻ ഓയിൽ ഉപയോഗിക്കണം, ഏതൊക്കെയാണ് നല്ല ബ്രാൻഡ്സ്, ഏതൊക്കെയാണ് ലൈഫ് കിട്ടണത്, ഏതൊക്കെയാണ് നല്ല പെർഫോമൻസ് കിട്ടണത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഏറ്റവും നല്ല ഇപ്പം ഞാനൊരു മെയിൻ 3 നല്ലൊരു മാനുഫാക്ചേഴ്സിന് ഞാൻ വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം കാസ്ട്രോളിൻ്റെ എഞ്ചിൻ ഓയിൽസൊക്കെ നല്ലതാണ്. ഇപ്പോൾ അത് കോസ്റ്റും കുറവാണ്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ സൂപ്പർ ബൈക്ക് ഓയിൽസൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ 10W50 ഒക്കെ നമ്മൾ സാധാരണ ബൈക്കിൽ ചോദിച്ചാലും അടിപൊളി പെർഫോമൻസ് ആണ്. അഡിനോളൊക്കെ ശരിക്കും ഭയങ്കര സ്മൂത്ത് പെർഫോമൻസ് ആണ്. ഒന്നാമത്തെ കാര്യം അഡിനോളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡിനോൾ ഫെയ്ഡ് ആവത്തില്ല. അവർ പറയുന്ന കിലോമീറ്റേഴ്സിൻ്റെ അത്ര തന്നെ ഒരു രീതിയിലും പെർഫോമൻസ് ഫെയ്ഡ് ആവാത്ത രീതിയിൽ അത് നമ്മളെ കൊണ്ടുപോകും. ഭയങ്കര ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു എൻ്റെ ഒരു ഫേവറേറ്റ് പിക്കായിട്ടുള്ള ഒരു 2 സാധനമാണ് കാസ്ട്രോളിൻ്റെ റേസിംഗ് ഓയിലും അതേപോലെ തന്നെ അഡിനോളിൻ്റെ എഞ്ചിൻ ഓയിലും. പിന്നെ അതേപോലെ തന്നെ അടുത്ത കാര്യം ലിക്കിമോളിയാണ്. ലിക്കിമോളി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു മാനുഫാക്ചറാണ്. അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള എല്ലാവരും എനിക്ക് തോന്നുന്നു ഉപയോഗിക്കുന്നൊരു മാനുഫാക്ചറാണ് ലിക്കിമോളി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് എഞ്ചിൻ ഓയിൽസിൻ്റെ കാര്യം. അടുത്തൊരു മെയിൻ കാര്യമാണ് ബ്രേക്ക് ഫ്ലൂയിഡ്സ്. അതായത് നമ്മൾ ബ്രേക്ക് പോകുന്നു, ഫെയ്ഡ് ആവുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ബ്രേക്ക് പോരാ. അതിൻ്റെ ഒരു പ്രധാന കാരണം ഒന്നില്ലെങ്കിൽ ബ്രേക്ക് പാഡ് തീർന്നു കാണും. അപ്പോൾ നിങ്ങൾ ബ്രേക്ക് പാഡ് ചെക്ക് ചെയ്യുക. പക്ഷേ നിങ്ങൾ ബ്രേക്ക് പാഡ് ചെക്ക് ചെയ്തിട്ടും ബ്രേക്ക് പാഡൊക്കെ പുതിയതാണ്, പക്ഷേ നിങ്ങൾക്ക് ബ്രേക്ക് കിട്ടുന്നില്ല എന്നാണെങ്കിൽ ഒന്നിൽ MCയുടെ കംപ്ലയിൻറ്റ് ഉണ്ടാവും, അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ബ്രേക്ക് ഫ്ലൂയിഡ് പ്ലേസ് എ ബ്രില്യൻറ്റ് റോൾ ഇൻ ബ്രേക്കിംഗ്. അതായത് നിങ്ങളിപ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡൊക്കെ ബ്രേക്ക് ഫ്ലൂയിഡല്ലേ ഏതെങ്കിലും ചാത്ത സാധനം
ഫ്ലൂയിഡ്സിന് നിങ്ങൾ എഞ്ചിൻ ഓയിൽ കൊടുക്കുന്ന പോലെ അറ്റ്ലീസ്റ്റ് അതിൻ്റെ അതേ സാമ്യമായ ഒരു എന്താ പറയണ്ട ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ഫ്ലൂയിഡ്സ് ഏതാണോ ഇമ്പ്രൂവ് ആവുന്നതിന് ഇപ്പോൾ ലക്യുമോളിയുടെ തന്നെ .4 ഉണ്ട്, .5.1 ഉണ്ട്, റേസ് ഫ്ലൂയിഡ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ബെറ്റർ സാധനം ഉപയോഗിക്കുന്നതിന് ബെറ്റർ പെർഫോമൻസ് കിട്ടും ബ്രേക്കിങ്ങിൽ. അതാണൊരു കാര്യം. പിന്നെ ടയറിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടില്ല. ടയർ ഒരു 80% ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്ത് ഊരി മാറ്റി പുതിയത് എടുക്കുക. അതിൽ വേറൊരു കാര്യമില്ല. കാരണം ടയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. നിങ്ങൾ ടയർ ഒരു ഒട്ടും ഹെൽത്തി അല്ലാതെ ടയർ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരൊറ്റ ഇത് മതി. ഇപ്പം ഒരു സ്ഥലത്ത് എന്താ പറയണ്ടേ ഒരു ഇതായിട്ട് കിടക്കുന്നു, അപ്പോൾ നിങ്ങൾ സ്കിഡായിട്ടൊക്കെ പോയിട്ട് വീഴാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് നമ്മുടെ എന്താ പറയുക ടയറിൻ്റെ കാര്യം. ടയർ എപ്പോഴും നിങ്ങൾ നീറ്റായിട്ട് കൊണ്ടു കൊടുക്കുക. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ടയേഴ്സ് വാങ്ങിക്കാൻ പറ്റുമോ അത് വാങ്ങിക്കുക. പിന്നെ പലരുടെയും സാഹചര്യങ്ങൾ അങ്ങനെ ആയിരിക്കും. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ടത്തരങ്ങൾ ചെയ്യാതിരിക്കുക. ഈ ഫ്രീ ഫ്ലോ എക്സോസും ചാത്തൻ എക്സോസും ഒക്കെ കാണിച്ച് വണ്ടി ഒരുപാട് ലൗഡാക്കിയിരിക്കുക, വണ്ടിക്ക് ഒരുപാട് സ്ട്രെസ് കൊടുക്കാതിരിക്കുക. എപ്പോഴും റെഡ് ലൈൻ ചെയ്യാതെ ഓടിക്കുക. നമ്മളിപ്പോൾ എപ്പോഴും ഈ വണ്ടി സ്ക്രീം ചെയ്ത് ഓടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. എപ്പോഴെങ്കിലും ഓപ്പൺ റോഡ് കിട്ടുമ്പോൾ മാത്രം അത് ചെയ്യുക. എപ്പോഴും റെഡ് ലൈൻ ചെയ്ത് ഓടിക്കാതെ സമാധാനപരമായിട്ട് ഓടിക്കുക. ഇപ്പം ഞാൻ എപ്പോഴും സമാധാനപരമായി ഓടിക്കുന്നൊരു വ്യക്തി എന്ന് പറയും. പക്ഷേ ഞാൻ എന്തായാലും ഒരുപാട് റെഡ് ലൈൻ ചെയ്ത് ഓടിക്കുന്ന കൂട്ടത്തിൽ ഞാനെപ്പോഴും മിഡ് എൻഡ് ആണ് എൻ്റെ പ്രിയം. മിഡ് എൻഡിൽ പിടിച്ച് ഓടിക്കുന്നൊരു വ്യക്തിയാണ്. എനിക്ക് ക്രൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരിക്കലും റവ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമല്ല, ചെയ്യാറുണ്ട്. പക്ഷേ എന്നാലും ഭയങ്കര ഇഷ്ടമല്ല. എനിക്കൊന്നും അഡിക്ഷൻ തോന്നിയിട്ടില്ല ഇതുവരെ. എനിക്ക് ശരിക്കും ഇങ്ങനെ റവ് ചെയ്തിട്ട് അതേ മരം ഉണങ്ങിയിരിക്കുന്നു, ഇവിടെ ഒരു പച്ച മരം, അവിടെ ഒരു ഗോ സ്ലോ ബോർഡ്, ഒരു ചേട്ടൻ ചുവപ്പ് ഡ്രസ്സ് ഇട്ടിട്ട് പോകുന്നു, ഓപ്പൺ റോഡ്, ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് പോകാനാണ് എനിക്കിഷ്ടം. അത് എൻ്റെ ഒരു മൂഡ്. പലർക്കും അങ്ങനെ ആയിരിക്കില്ല. പക്ഷേ ഞാൻ പറഞ്ഞോളൂ, ബി സേഫ് ഓൺ റോഡ്സ്, അത്രയേ ഉള്ളൂ. സിമ്പിൾ ആസ് ദാറ്റ്. പിന്നെ അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നാണെങ്കിൽ ഇപ്പം ഞാൻ ഒബ്വിയസ്ലി എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടികളെ എപ്പോഴും നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് വാങ്ങിക്കുന്ന ഒരു വണ്ടി അതേപോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കുക, അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുക. കാരണം ഞാൻ ഒരു പുള്ളിയുണ്ട്, റെഡ് ലൈൻ ഷിഫ്റ്റർ നിങ്ങൾക്ക് അറിയായിരിക്കും. പുള്ളിയുടെ കയ്യിലൊരു ഡ്യൂക്ക് 200 ഉണ്ട്. ഞാൻ ഓടിച്ചതിൽ വെച്ച് ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഡ്യൂക്ക് 200 പുള്ളിയുടെ കയ്യിലിരിക്കണം. കാരണം വൈബ്രേഷൻ ഇല്ല, അതിൻ്റെ ബ്രേക്സ്, അതിൻ്റെ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ 8000 കിലോമീറ്റേഴ്സ് ആയിട്ടുള്ള വണ്ടി. പക്ഷേ ഇപ്പോഴും ഒരു സ്റ്റോക്ക് കണ്ടീഷൻ പുതിയ വണ്ടി ഓടിക്കുന്നൊരു ഫീലാണ് ആ ഒരു വണ്ടി തരുന്നത്. അതാണൊരു കാര്യം. അത് നമ്മൾ വണ്ടി എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് പോലെ ഇരിക്കും. ഇപ്പം ക്ലച്ച്ലെസ് നിങ്ങൾക്ക് അറിയായിരിക്കും. പുള്ളിയുടെ ഡ്യൂക്ക് 390 BS3 അതിനൊന്നും ഇതുവരെ ഒരു എഞ്ചിൻ പണിയും വന്നിട്ടില്ല. BS3 ഏറ്റവും അൺറിലയബിൾ ആയിട്ടുള്ള KTM എന്നാണ് പലരും പറഞ്ഞേക്കുന്നത്. പക്ഷേ എന്താ പറയുക, ഇതുവരെ ഈ ചേട്ടൻ അങ്ങോട്ടൊക്കെ പോകണേ ഇതുവരെ ഒരു പണിയും കൊടുത്തിട്ടില്ല. അത് മെയിൻ്റനൻസിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താൽ ഒരു പണിയിട്ടില്ല. ഇപ്പോൾ യമഹ കുറച്ച് ഇപ്പോൾ ജപ്പാനീസ് വണ്ടികൾക്ക് റിലയബിലിറ്റിയുടെ കാര്യത്തിൽ കുറച്ചൊന്ന് പൊക്കത്തോട്ടാണെന്ന് വേണേൽ പറയാം. പക്ഷേ അതും ഇതേപോലെ എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊന്നും ഒഴിക്കാണ്ട് പോയി കഴിഞ്ഞാൽ എട്ടിൻ്റെ പണി നിങ്ങൾക്ക് തരും. സിൽവർ പിസ്റ്റൺ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. R15 ഒരു പുള്ളി എഞ്ചിൻ ഓയിൽ ഒഴിക്കാണ്ട് പിസ്റ്റൺ പൊട്ടി തകർത്തിട്ടൊക്കെ കൊണ്ടേക്കണത്. അപ്പോൾ എഞ്ചിൻ പണിയൊക്കെ വരുവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കോസ്റ്റ് പോകും. അപ്പോൾ അതായത് നിങ്ങളൊരു 1000 രൂപ മുടക്കി അല്ലെങ്കിൽ 1200 രൂപ മുടക്കി നല്ല എഞ്ചിൻ ഓയിൽ ഇടാതെ തന്നെ നിങ്ങൾക്കൊരു 8000-10,000 രൂപയുടെ പണിയൊക്കെ വരും. അതാണ് കാര്യം. അതായത് സിമ്പിൾ കാര്യമാണ്. ഇപ്പം നമ്മളൊരു 5000 രൂപ മുടക്കിയിട്ട് ഹെൽമെറ്റ് വാങ്ങിക്കാണ്ട് വീണ 50,000 പണി വരുന്ന പോലെ തന്നെയാണ് ഇതും. അപ്പോൾ പക്ഷേ ഇത് ഒരു ലോ കോസ്റ്റ് ആണെന്നുള്ളൂ. 1000 രൂപ മുടക്കാണ്ടെന്നാൽ 10,000 രൂപ 12,000 രൂപയുടെ പണിയൊക്കെ വരും. പക്ഷേ നിങ്ങൾ വണ്ടിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വണ്ടിയെ നന്നായിട്ട് നോക്കുക. മെയിൻ്റനൻസ് എന്ന് പറയുന്നത് മസ്റ്റാണ്. ഡോണ്ട് മിസ് ദാറ്റ്. അതായത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടുള്ള ഒരു കാര്യമാണ് റൂട്ടീൻ മെയിൻ്റനൻസ്. ഇപ്പം ചില ആൾക്കാരൊക്കെ ഉണ്ട് ഫ്രീ എന്താണ് ലാബറൊക്കെ കഴിഞ്ഞു, അതായത് ഫ്രീ സർവീസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടേക്ക് പോവുകയില്ല. എപ്പോഴെങ്കിലും ആണ്ടിന് സംക്രാന്തിക്ക് എപ്പോഴെങ്കിലും എഞ്ചിൻ ഓയിൽ മാറ്റിയാൽ ആയി. പക്ഷേ ഇപ്പോൾ വരുന്ന എല്ലാ വണ്ടികൾക്കും എഞ്ചിൻ ഓയിൽ പ്രഷർ സെൻസറും പിന്നെ അതേപോലെ തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വണ്ടി കാണിക്കും അല്ലെ സർവീസ് ഇത്ര കിലോമീറ്റർ ഓടി, ഇനി സർവീസ് ചെയ്യണോ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന മീറ്ററും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അഡ്വാൻസ് ആയിട്ടുള്ള സാധനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും നമ്മളും അത് ശീലിക്കുക. നമ്മൾ വണ്ടി പറയുന്നതിനേക്കാൾ മുമ്പ് വണ്ടി സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുപോയി നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി എങ്ങനെ എടുത്തോ അതേപോലെ ഇരിക്കും വണ്ടി. അതായത് ഭയങ്കര പുത്തൻ കണ്ടീഷനിലിരിക്കും. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ. ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയണ്ടേ, ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നാണെങ്കിൽ ഫീൽ ഫ്രീ ടു മെസ്സേജ് മീ ഓൺ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ താഴെ കോമെൻറ്റ് ചെയ്ത് ഇട്ടാലും മതി. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ. ആൻഡ് ദിസ് ഈസ് മീ വെയ്റ്റ് സെയിങ്. വീണ്ടും കാണാൻ വന്നിക്കാം. ടിൽ ദെൻ ബൈ.